ഒരു പാവം യുവതിക്ക് ഭീഷണിയാണ്. ഒരുപക്ഷെ ആ യുവതിയെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ യുവതിയെ ആരെങ്കിലും തല്ലും, കൊല്ലും, എന്ത് വേണമെങ്കിലും ചെയ്യും. അതായത് ഒരു യുവതി ഇന്നലെ പിണറായി വിജയനെ തെറി വിളിച്ചുകൊണ്ട് പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികേടും തെമ്മാടിത്തരവും നല്ല രീതിക്ക് വിളിച്ചു പറയുന്നു. ആ സ്ത്രീക്കെതിരെ ഒരുപക്ഷെ കേസ് കൊടുക്കണമെന്നാണ് ചില സഖാക്കൾ പറയുന്നത്. മറ്റു ചില സഖാക്കൾ പറയുന്നത് കമന്റ് ബോക്സിൽ നിന്നെ ഒറ്റക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തീർക്കുമെന്നാണ്. എന്താണ് ആ യുവതി പറഞ്ഞത്? ആ യുവതി പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ സൈഡിൽ വഴി തരാം. അത് കേട്ടിട്ട് നിങ്ങൾ പറയണം ആ യുവതി എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടോ എന്ന്. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പൊന്നു പിണറായി വിജയ, നിങ്ങളിനി വീട്ടിൽ പോയി മിണ്ടാപ്രാണിയെ പോലെ മിണ്ടാതിരിക്കേണ്ട സമയമായി. നിങ്ങൾക്ക് നല്ല വയസ്സായി. നിങ്ങളെ കൊണ്ട് ഇനി രാഷ്ട്രീയം ഒരിക്കലും നിങ്ങളെ കൊണ്ട് ഷൂട്ട് ആവൂല പിണറായി വിജയ. അതായത് പൊന്നു പ്രേക്ഷകരെ, 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ, 10 വർഷം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു പിണറായി വിജയ എന്ന് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ പിണറായി വിജയൻ നമ്മളോട് പറയുന്നു വീട്ടിൽ പോയി ചോദിക്കാൻ. അതിനുശേഷം ഇന്നലെ പത്രസമ്മേളനത്തിൽ പിണറായി വിജയനോട് ചോദിക്കുകയാണ് 10 വർഷം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. പിണറായി വിജയനോട് ചോദ്യം ചോദിക്കുമ്പോൾ പിണറായി വിജയൻ എഴുന്നേറ്റ് ഓടുകയാണ്. ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ആദ്യം കാണണം. അതിനുശേഷം ബാക്കിയൊക്കെ ഞാൻ ക്ലിയർ ആയി കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറെ ഇവിടെ ചോദിക്കുന്നുണ്ട്. മോശമാണ് ആളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആളും മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. മോശമാണ് ചെയ്യാൻ പറ്റത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കാത്തത്. ചോദ്യം മനസ്സിലുണ്ടായാ പോരാ, ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പൊ പ്രകടമായത്. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകനാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാനുള്ള പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരൂ. അപ്പൊ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി നാണമുണ്ടോ മുഖ്യമന്ത്രി? അതായത് ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, പത്രസമ്മേളനം വിളിക്കുമ്പോൾ പിണറായി വിജയന്റെ PR വർക്കായിട്ടുള്ള ചില മാധ്യമങ്ങളുണ്ട്. അപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ പത്രസമ്മേളനത്തിന് ഇരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ ഈ പത്രക്കാരോട് പറയും, ഞാൻ ഇന്ന തീയതിക്ക് വന്നിരിക്കും, എന്നോട് ഇന്ന ചോദ്യം മാത്രമേ ചോദിക്കാവൂ. അവർ ആ ചോദ്യം പിണറായി വിജയൻ പറഞ്ഞ ആ ചോദ്യം ചോദിച്ചപ്പോൾ പിണറായി വിജയൻ അതിന് ഉത്തരം കൊടുക്കുന്നു. എന്നാൽ ചില മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള പണിക്ക് കൂട്ടുനിൽക്കുന്നില്ല, പൈസ വാങ്ങിച്ചിട്ട് PR പണിയെടുക്കുന്നില്ല. അവർ പിണറായി വിജയനോട് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. അതായത് പിണറായി വിജയനോട് ചോദ്യം ചോദിക്കുമ്പോൾ പിണറായി വിജയൻ ഉത്തരം മുട്ടി ഓടുന്ന ഒരവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷം പിണറായി വിജയൻ പറയുകയാണ് സമയമില്ല. എന്താണ് പിണറായി വിജയ, ഒരു 5 മിനിറ്റ് ആ ചങ്ങായി ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കൊടുത്തൂടെ? അതായത് സമയമില്ലാത്തതല്ല, ഉത്തരമില്ല. ആ ചോദ്യമെങ്ങാലും ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന് പറയാൻ ഉത്തരമില്ല. ഒരു വോട്ട് പോലും കിട്ടൂല. വയനാടിലെ പൈസ നിങ്ങൾ എന്ത് ചെയ്തു? കൊറോണ സമയത്ത് ആ പൈസ നിങ്ങൾ എന്ത് ചെയ്തു? കോവിഡ് സമയത്ത് ആ പൈസ നിങ്ങൾ എന്ത് ചെയ്തു? ഈ ചോദ്യമാണ് പിണറായി വിജയനോട് ചോദിക്കുന്നത്. പിണറായി വിജയൻ ഒരൊറ്റ ഉത്തരം പോലും തരുന്നില്ല എന്നാണ്. നാണമുണ്ടോ? സത്യസന്ധമായി പറയുകയാണെങ്കിൽ നാണമുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾക്ക്? ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇന്നലെ അതായത് വീണ്ടും പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയയുടെ വോട്ട് വേണോ? അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കണം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. 96 മാത്രമല്ല 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ച LDF ആയിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 124 മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി LDF പിന്തുണച്ചിട്ടുണ്ട്. KP മജീദ് നിയമസഭയിൽ മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ മൃദു ഹിന്ദുത്വ സമീപനമാണ്, ഹിന്ദുത്വ കക്ഷികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുകയാണ്. അന്ന് LDF നിലപാട് ഇതായിരുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിരുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും CPIM LDF സ്വീകരിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ വർക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി. ഇപ്പോ മുസ്ലിമിലെ പ്രബല വിഭാഗമാണ് AP സുന്നി വിഭാഗം. അവരെ
അവര് കഴിഞ്ഞ ഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു. ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണിത്. നാണമുണ്ടോ? എത്ര നിലപാടുണ്ട് പിണറായി വിജയൻ നിങ്ങൾക്ക്? ഇപ്പൊ പറയുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, മറ്റത് വേണ്ട, മറിച്ചത് വേണ്ട. നിങ്ങൾക്ക് നാണമുണ്ടോ? മുമ്പ് നിങ്ങൾ എന്താണ് പറഞ്ഞത്? അതായത് ഇവറ്റകൾക്ക് ഒരു കാര്യം പറയും, ജമാഅത്ത് ഇസ്ലാമി ഇവറ്റകൾക്ക് വോട്ടിടൂല, കാരണം ഇവറ്റകൾ വൃത്തികേട് തെമ്മാടിത്തരം ചെയ്യുന്നവരാണ്, ഇവറ്റകളെ വിജയിപ്പിക്കുന്നില്ല, ഇവറ്റകളെ എത്രയും പെട്ടെന്ന് നാടിൽ നിന്ന് ഓടിക്കണം, പിണറായി വിജയനെ കസാരയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഓടിക്കണമെന്ന് ലോകത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ RSSകാരും BJPക്കാരും കോൺഗ്രസ്സുകാരും മതമുള്ളവനും മതമില്ലാത്തവനും പാർട്ടിയുള്ളവനും പാർട്ടി ഇല്ലാത്തവനും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഇതിന് അതായത് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും എവിടേക്കെങ്കിലും ഓടിക്കണം. അതിനു വേണ്ടി നിൽക്കുമ്പോൾ ആരെങ്കിലും മനുഷ്യരായിട്ട് ജനിച്ച ആരെങ്കിലും പിണറായി വിജയൻ വോട്ടിടോ? അതുകൊണ്ട് പറയുകയാണ് എനിക്ക് അവരെ സപ്പോർട്ട് വേണ്ട, ഇവരെ സപ്പോർട്ട് വേണ്ട എന്ന്. പൊന്നു പ്രേക്ഷകരെ, ഇന്ന് നടുക്കുന്നൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. പിണറായി വിജയൻ ചെയ്യുന്ന നെറുകേടും പിണറായി വിജയൻ ചെയ്യുന്ന വൃത്തികേടും ഞാൻ ചൂണ്ടിക്കാണിക്കാമെന്ന് VD സതീശൻ പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജയൻ വെല്ലുവിളി ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് VD സതീശൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം തരാമെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ട് തൊട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിണറായി വിജയൻ പറയുന്ന വാക്ക്, അതായത് VD സതീശൻ വിളിക്കുന്നു വാ പിണറായി എന്ന് വിളിക്കുമ്പോൾ പിണറായി വിജയൻ കൊടുക്കുന്ന ഒരു ഉത്തരം. നേരിട്ട സംവാദത്തിനാണ് അങ്ങേ പ്രതിപക്ഷ ക്ഷണിച്ചത്, വെല്ലുവിളിച്ചത്. അന്ന് ഫേസ്ബുക്കിലൂടെ മാത്രമേ സംവാദം ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ നേരിട്ട സംവാദം ഉണ്ടാകും. അല്ല, ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. കേട്ടോ നിങ്ങൾ? ഇപ്പൊ പറയുകയാണ് ഫേസ്ബുക്ക് മണ്ണാങ്കട്ട. സ്നാപ്ചാറ്റിൽ പിണറായി വിജയ, സ്നാപ്ചാറ്റ് നല്ല രസകരമാവും, വായിൽ നിന്നെന്തെങ്കിലും വരും. പിന്നെ ഒരു കാര്യം കൂടി പൊന്നു പ്രേക്ഷകരെ, 4 LDF പ്രവർത്തകർക്ക്, CPM പ്രവർത്തകർക്ക് കേസായിട്ടുണ്ട്. നമുക്ക് ആ ഒരു വാർത്തയുടെ ക്ലിപ്പും കൂടി ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. വയനാട് ദുരിതബാധിതർക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടിയെടുത്ത CPM പ്രവർത്തകർക്കെതിരെ കേസ്. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 3 CPM പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉൾപ്പെട്ടുള്ള ദുരന്തത്തിൽപ്പെട്ട ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി CPM നിയന്ത്രിക്കുന്ന ഒരു തണൽ എന്ന് പറയുന്ന ഒരു ജനകീയ കൂട്ടായ്മയുടെ പേരിൽ ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ബിരിയാണി ചലഞ്ച് 100 രൂപ നിരക്കിൽ 1200ഓളം ബിരിയാണികൾ വിൽക്കുകയും ഇതിന്റെ ഭാഗമായി ലഭിച്ച 1,20,000 രൂപ നാളെ ഇതുവരെ സർക്കാരിനെ കൈമാറുകയോ ഇല്ലെങ്കിൽ ഇതിന്റെ കണക്ക് രേഖപ്പെടുത്തുകയോ ഇല്ല എന്ന ഒരു പരാതിയിലാണ് ഇപ്പോൾ ഈ CPM പ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത്. കായംകുളം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജൻ, അതുപോലെ തന്നെ തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, DYFI മേഖലാ പ്രസിഡന്റ് അമൽ രാജ് എന്നിവർക്കെതിരെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് കേസായത്. ഒരു യുവതി പിണറായി വിജയന് പറഞ്ഞത്, അതായത് പിണറായി വിജയനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വിവാദമാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. 10 മണി മുതൽ 10:50 വരെ മുഖ്യമന്ത്രിയുടെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രഭാഷണ വായന. തുടർന്ന് ആദ്യ ചോദ്യം ദേശാഭിമാനി വക, രണ്ടാമത്തെ ചോദ്യം കൈരളി വക. SDPI ബാന്ധവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മറ്റ് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ വീണ്ടും ദേശാഭിമാനി റിപ്പോർട്ടർക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ 3 ചോദ്യങ്ങൾക്കൊടുവിൽ സമയം കഴിഞ്ഞുവെന്ന പതിവ് പല്ലവിയോടെ പത്രസമ്മേളനം അവസാനിപ്പിക്കൽ. പക്ഷെ ഇത്തവണ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയെ വെറുതെ വിടാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ഷാരിഖ് ഷംസുദ്ദീനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു പോഡ്കാസ്റ്റ് വന്നു. കടം എന്നുള്ളത് ഒരു വളരെ വലിയ വിഷയമായിട്ട് എല്ലാവരും എടുത്തു പറയുന്നുണ്ടല്ലോ. സംസ്ഥാനം കടക്കെണിയിലാണ്. അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. തെറ്റായ കാര്യമല്ല സിയും. 1956 മുതൽ 2016 വരെ കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ സർക്കാരുകളും ചേർന്നുണ്ടാക്കിയ കേരളത്തിന്റെ പൊതുകടം 1.57 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ 2016 മുതലുള്ള കഴിഞ്ഞ 10 കൊല്ലത്തെ കേരളത്തിന്റെ പൊതുകടം 4.8 ലക്ഷം കോടിയാണ്. ഇന്ന് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കൊച്ചു കുഞ്ഞു വരെ 1,66,000 രൂപയുടെ കടക്കാരനാണ്. വിദ്യാഭ്യാസ രംഗത്ത് വൻപിച്ച മാറ്റാനുണ്ടായിട്ടുണ്ട്. അതെ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും മികച്ച കാലഘട്ടമാണ്. കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരം VC-മാർ പോലും ഇല്ലാതിരുന്ന ഒരു കാലം. കേരളത്തിലെ സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാർ ഇല്ലാതിരുന്ന ഒരു കാലം. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 42% സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന കാലം. അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിൽ 1ാം റാങ്കുകാർക്ക് പോലും തൊഴിലില്ലാത്ത കാലം. മൊത്തത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ മികച്ച കാലഘട്ടമാണ്. മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ സംവാദത്തിന് പ്രതിപക്ഷത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി പ്രതിപക്ഷ നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള സംവാദത്തിന്റെ വേദിയും സമയവും അറിയാനാണ് കേരള സംസ്ഥാനം കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സംവാദത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകുമോ? നോക്കൂ, ഈ പെൺകുട്ടിക്കെതിരെ കുറെ പേർ രംഗത്ത് വന്നിട്ടുണ്ട്. പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. നാണമുണ്ടോ? എന്ത് തെറ്റാണ് ഈ പെൺകുട്ടി പറയുന്നത്? മറ്റൊരു പെൺകുട്ടിയും കൂടി പിണറായി വിജയനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതും കൂടി കേട്ട് നോക്കാം. കടമോ? എന്ത് കടം? കേരളം സെറ്റല്ലേ? കടം എന്നുള്ളത് ഒരു വളരെ വലിയ വിഷയമായിട്ട് എല്ലാവരും എടുത്തു പറയുന്നുണ്ടല്ലോ. സംസ്ഥാനം കടക്കെണിയിലാണ്. അത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്.
പക്ഷെ പെൻഷനും ശമ്പളവും കൊടുക്കാൻ വേണ്ടി ഉടൻ തന്നെ ഒരു 3700 കോടി രൂപ ചിലപ്പോ കടമെടുക്കേണ്ടി വരും. പിന്നെ KSRTCയുടെ കടം 2018 3371 കോടി രൂപ കടമുണ്ടായിരുന്ന KSRTCക്ക് ഇപ്പോൾ വെറും തുച്ഛമായ 17,000 കോടി രൂപ മാത്രം കടം. അടുത്ത ചോദ്യം യൂത്ത് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ടാണ്. യൂത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിയർലി 29% നാഷണൽ ആവറേജിനേക്കാളും കൂടുതലാണ് നമ്മുടെ നാട്ടിലുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു? നല്ല രീതിയിലുള്ള എംപ്ലോയ്മെന്റ് നൽകാൻ ഈ ഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉത്തരം എന്താണെന്ന് കമന്റ് സെക്ഷനിൽ തന്നെ ആളുകൾ പറയുന്നുണ്ട്. കാരണം ഈ സർക്കാർ യുവാക്കൾക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തത്. PSC റാങ്ക് ലിസ്റ്റിൽ ഒന്നാമത് വന്നവർക്ക് പോലും ജോലി കൊടുക്കാതിരുന്നു. ഇതൊക്കെയാണ് ശരിയായ നേട്ടം. ആ നേട്ടം ഈ മലയാളികൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചോദ്യം, 2031 കേരളം എങ്ങനെയായിരിക്കും? കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പേരെടുത്ത് പറയാൻ വേണ്ടി ഒരു പുതിയ പദ്ധതി പോലും കൈവശമില്ല. 2016 ഉമ്മൻചാണ്ടി ട്രയൽ റൺ നടത്തിയ കൊച്ചി മെട്രോ അല്ലാതെ ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു ജില്ലയിൽ ഒരു മെട്രോയോ ഒരു ലൈറ്റ് മെട്രോ. ഇവരിങ്ങനെയാണ് പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, ഇനിയും പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികേടും പിണറായി വിജയൻ കാണിക്കുന്ന തെമ്മാടിത്തരവും നമ്മൾ വിളിച്ച് പറയുക തന്നെ ചെയ്യും. ചാനൽ ഫോളോ ചെയ്തൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. തൽക്കാലം